ഹായ് ഗായ്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇറ്റ്സി ബൈ സഫയർ റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുള്ള മഞ്ചേരിയിലെ ഒരു പ്രോപ്പർട്ടീനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഈ കഴിഞ്ഞ വീക്ക് മാർച്ചിൽ തന്നെയായിരുന്നു ഈ പ്രോപ്പർട്ടിയിൽ നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഓവറോൾ ലൈറ്റ് ഇല്ലാതെ കാണാൻ റൂം വന്നിട്ട് വലിയ സുഖമില്ല. കാരണം നിറച്ച് പെയിൻറ്റ് പോയതും അതുപോലെ വെള്ളം നിന്നിട്ട് ഇതായി അതിൻ്റെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് കയറുന്ന സമയത്ത്. അതുപോലെ ബാത്റൂം നമ്മൾ പകൽ നോക്കുന്ന സമയത്തും ആ ഒരു ലൈറ്റിങ് കോൺട്രാസ്റ്റിൽ നോക്കുമ്പോൾ വലിയ സംഭവം തോന്നിയില്ല. ഒരു ആവറേജ് ആംബിയൻസ് ടോട്ടലേ ഉള്ളൂ പ്രോപ്പർട്ടിക്ക്. അതുപോലെ സെപ്പറേറ്റ് സോപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ഒറ്റ നോട്ടത്തിൽ കാഴ്ചയിൽ ഒരു 10-ൽ 6 റേറ്റിംഗ് കൊടുക്കാൻ പറ്റിയ റൂമായിരുന്നു. ഇറ്റ്സിന്ന് നമ്മുടെ ട്രീബോ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ബുക്കിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരു ഹോട്ടൽ ചെയിനാണ്, അവരുടെ പാർട്ട്ണർഷിപ്പിലുള്ള ഫേമാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ പ്രോപ്പർട്ടികൾ. നമ്മുടെ മഞ്ചേരി രാജധാനി എന്ന് പറഞ്ഞിട്ട് ഫർണിച്ചർ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ അടുത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. ഈ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത് വെച്ചാൽ ഈ ബ്രഷും അതിൻ്റെ ഇത് തന്നെ പേസ്റ്റ് പാക്കറ്റിലാണ്. അതൊരു വെറൈറ്റി സംഭവമായിട്ട് തോന്നി. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം വേറെ പേസ്റ്റ് പാക്കറ്റിൽ കണ്ടിട്ടില്ല. പിന്നെ ലൈറ്റ് ഇട്ടതിന് ശേഷം നൈറ്റ് ആവുന്ന സമയത്ത് റൂം ചെറിയ രീതിയിൽ ആംബിയൻസ് മാറി. നമ്മൾ പകൽ ചെക്ക് ഇൻ ചെയ്തു, പിന്നെ വർക്ക് ബേസ്ഡ് പുറത്ത് പോയി വീണ്ടും തിരിച്ചു വന്നു. നൈറ്റ് വന്നപ്പോൾ പ്രോപ്പർട്ടി ആകെ മാറി. ലൈറ്റ് കൂടി ഈ പ്രോപ്പർട്ടി വന്നിട്ട് വേറൊരു ഹൈലൈറ്റായി. അതായത് 10-ൽ നമുക്കൊരു 7-7.5 കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. പിന്നെ സ്റ്റാഫൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മുടെ ചെക്കിനും ചെക്കൗട്ടൊക്കെ സ്മൂത്തായിരുന്നു. നമ്മൾ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 1 ഡേ ആണ് പ്രോപ്പർട്ടി സ്റ്റേ ചെയ്തത്. ടോട്ടൽ നമുക്ക് നമ്മുടെ കൂപ്പണും ഡിസ്കൗണ്ടും എല്ലാം കൂടിയിട്ട് നമുക്ക് 1100 രൂപയ്ക്കാണ് ഈ പ്രോപ്പർട്ടി നമ്മൾ 1 ഡേ സ്റ്റേ ചെയ്തത്. ഓക്കെ, ഇത് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്.